നമ്മൾ ഓട്ടോറിക്ഷയുടെ മീറ്റർ സീലിംഗിന് പുതുതായിട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിൽ മീറ്റർ സീലിംഗിന് പോകുമ്പോൾ ചലാന അടക്കാനുള്ള സൗകര്യം ആ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഓൺലൈനായിട്ട് അക്ഷയ മുഖേന നമ്മളത് അടച്ചതിന് ശേഷം ടെസ്റ്റ് ഗ്രൗണ്ട് പോയി ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് പേപ്പർ കിട്ടണമെങ്കിൽ 2-ാം ദിവസം 3-ാം ദിവസം നമ്മൾ ഓഫീസിലേക്ക് വീണ്ടും ചെല്ലേണ്ടി വരും. അഥവാ മീറ്റർ ടെസ്റ്റിംഗ് എന്ന സംഭവത്തിന് രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഏകദേശം 2 മണി 3 മണിയൊക്കെ ആകലുണ്ട് ഡ്രൈവർമാർക്ക്. അത് അന്നത്തെ ദിവസം അവിടെ പോയി. 2-ാമത്തെ ദിവസം ഞാൻ 3-ാം ദിവസം ഞാൻ ഈ പേപ്പർ വാങ്ങാനായിട്ട് ഇതിൻ്റെ ഓഫീസിൽ പോയിട്ട് പിന്നെ വീണ്ടും വരിക്കേണ്ട ഒരു അവസ്ഥ നോക്കിയാണ് നിങ്ങൾ. അല്ലെങ്കിൽ മീറ്റർ കൊണ്ട് എന്താ ഉപകാരമുള്ളത്? ഞാൻ ഇവിടെ മലപ്പുറം ഭാഗത്തുള്ള ഡ്രൈവേഴ്സിനോടാണ് പ്രത്യേകം പറയുന്നത്. പിന്നെ നമ്മുടെ ടൗണിൽ ഓടുന്ന ഡ്രൈവർമാർക്ക് ഒരുപക്ഷെ മീറ്റർ കൊണ്ട് ഉപകാരം ഉണ്ടാവും. നമ്മൾ ഈ ഗ്രാമങ്ങളിൽ ഓടുന്ന ആളുകൾക്ക് മീറ്റർ കൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഉപകാരമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ സീലിങ്ങിന് പോകുന്ന ആളുകൾ ഏതായാലും 2 ദിവസം ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒന്ന് മീറ്റർ സീലിംഗ് ചെയ്യാനൊരു ദിവസം ഏകദേശം 3 മണിയാവും എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പേപ്പർ വാങ്ങാൻ 2-ാം ദിവസം 3-ാം ദിവസം വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ പോലെയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറാണ്. ആദ്യം കാരണം നമ്മൾ ടെസ്റ്റ് ഗ്രൗണ്ടിൽ പോയി ചലാൻ അടച്ച് അതിൻ്റെ പഞ്ചിങ് റണ്ണിങ് കഴിഞ്ഞ് പഞ്ചിങ് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ മീറ്റർ സീലിൻ്റെ പേപ്പർ കിട്ടിയിരുന്നു. ഇത് പേപ്പർ വാങ്ങാൻ 2-ാം ദിവസം പോകുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ട് കഴിച്ചിട്ട് എന്താ ഈ ഓട്ടോറിക്ഷ ഓടിയിട്ട് ഇതിന് കിട്ടണമെന്നുള്ള കാര്യം ആലോചിച്ചതൊന്നും മനസ്സിലാണില്ല. എന്താ ഇത് ബാക്കിയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ചലാൻ അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേമാതിരിക്കാൻ തന്നെ ഇത് പഞ്ചിങ് കഴിഞ്ഞാൽ തന്നെ അത് ഓൺലൈൻ അപ്പം തന്നെ ഇതിൻ്റെ ഒന്നെങ്കിൽ RC ആയിട്ട് ലിങ്ക് ചെയ്യേ അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ അപ്പം തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഡ്രൈവർമാരെ പിരിച്ചുവിടണം. പിറ്റത്തെ ദിവസത്തിന് നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ RC ഒരുപാട് നിയമപരിഷ്കരണം കൊണ്ടെന്നെങ്കിലും വാഹനത്തിൻ്റെ RC ഇപ്പോഴും കിട്ടാത്ത ഒരുപാട് ഡ്രൈവർമാരുണ്ട്. അതിനൊക്കെ ബുദ്ധിമുട്ടറിഞ്ഞ വണ്ടി കച്ചവടം ചെയ്യാത്ത പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓടുന്ന വണ്ടി അഥവാ പേർക്ക് മാറാൻ കൊടുത്ത് തിരിച്ചു വരണമെങ്കിൽ 5 മാസം 6 മാസമൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനവും ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടെത്തണം.